ഇപ്പൊ 9,000 രൂപക്ക് നമുക്ക് ഹിമാലയ ഇറക്കട്ടോ. 17,000 രൂപ 17,000 രൂപ കിട്ടും മാസ്ട്രോ. മാനിക്ക പ്രാവശ്യം കുറെ വണ്ടികളുണ്ടല്ലേ? ഒരുപാട് വണ്ടികളുണ്ട്. നമുക്ക് ഹിമാലയം കിടക്കുന്നുണ്ട്, എൻഫീൽഡ് കിടക്കുന്നുണ്ട്. ഹിമാലയ എങ്ങനെയാണ്, എന്താ അവസ്ഥ? ഹിമാലയ 2018 ആണ്. 2012 ഹിമാലയ അല്ലേ? ഇലക്ട്രിക് കിടക്കുന്നുണ്ട്. 2022 ആണ്. മറ്റേ സ്റ്റാൻഡേർഡ് ക്ലാസ് കിടക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, പിന്നെ R15 ഉണ്ട്, പിന്നെ ഡൂക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എന്നാലും നമുക്ക് ഡീറ്റെയിൽ നോക്കില്ല കാര്യങ്ങളൊക്കെ. ഇക്ക സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് 2015 മോഡൽ, 2015 സ്റ്റാൻഡേർഡ് അല്ലേ? സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർ സ്റ്റാൻഡേർഡ്, 40,000 കിലോമീറ്റർ. നല്ല നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി, 40,000 കിലോമീറ്റർ വണ്ടി. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? അത് 65,000 രൂപയ്ക്കില്ല. അപ്പൊ 65,000 രൂപക്കാണ്. നമുക്ക് എങ്ങനെയാ ലോണ്? 45 രൂപ ലോൺ ചെയ്ത് 20,000 രൂപ വണ്ടി ഇറക്കി കൊടുക്കാം. 20,000 രൂപക്ക് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്തതോ? ഇത് 2019 ABS വരുന്ന സ്റ്റാൻഡേർഡ് ആണ്. ഇപ്പൊ വന്നിട്ടുള്ള സർവീസ് ചെയ്യാണ്ട്, സർവീസ് ചെയ്തിട്ടില്ല, ഇപ്പൊ വന്നതാ വണ്ടി. 19 മോഡൽ. കിലോമീറ്റർ ഏകദേശം കിലോമീറ്റർ 20,000 അടുത്ത് ഓടിയിട്ടുള്ളൂ. 20,000 വണ്ടി ഓടിയുള്ളൂ. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 1,10 സിംഗിൾ രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. അടുത്ത ആക്സസ് ഇത് 2020 ആക്സസ് അല്ലേ? 25,000 കിലോമീറ്റർ. 25,000 സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി കണ്ടീഷനാണോ? പക്ക. എങ്ങനെ നമുക്ക് റേറ്റ് വരാം? ഇത് നമുക്ക് 64 വരും. 64,000 രൂപ ആക്സസ്. ഹിമാലയ എങ്ങനെയാണ്? ഹിമാലയ 2018 ഹിമാലയ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർ 2018 മോഡൽ ഹിമാലയ. 32,000 കിലോമീറ്റർ. ആകെ 32,000 കിലോമീറ്റർ. കണ്ടീഷൻ വണ്ടി? കണ്ടീഷൻ പക്ക. കമ്പനി സർവീസ്, കമ്പനി സർവീസ് ഉള്ള ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 1,39,000 വരും. 1,39,000. ലോൺ എങ്ങനെയാണ്? ലോൺ നമുക്ക് ഒരു 1,30 വരെ നമുക്ക് നികുതി ഷീറ്റിന്റെ ചെയ്യാം. 1,30 വരെ ചെയ്യാം. നികുതി ഷീറ്റ് ഇല്ലെങ്കിൽ ₹1 വരെ ചെയ്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെ നികുതി ഷീറ്റുണ്ടെങ്കിൽ ഒരു 9,000 രൂപ വണ്ടി ഇറക്കാം. ഇപ്പൊ 9,000 രൂപക്ക് നമുക്ക് ഹിമാലയ ഇറക്കട്ടോ. അടുത്തതോ? അത് 2022 സ്റ്റാൻഡേർഡ് ES സെൽഫ് ഉള്ളത്, ഇലക്ട്ര അല്ലേ? ഇലക്ട്ര സ്റ്റാൻഡേർഡ് 22 മോഡൽ സിംഗിൾ ഓണർ വണ്ടി, 20,000 കിലോമീറ്റർ. 20,000 കിലോമീറ്റർ വണ്ടി. കണ്ടീഷൻ വണ്ടി പക്ക വണ്ടി, കറക്റ്റ് കമ്പനി സർവീസ്. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 1,38,000. 1,38 കേട്ടോ. ഇത് നമുക്ക് ഒരു 10-20 രൂപ ഇറക്കി കൂടെ? 10-15 രൂപ 20 രൂപ നമുക്ക് ഇറക്കാം. അടുത്ത വണ്ടി അത് 2015 ക്ലാസിക്, 2015 മോഡൽ ക്ലാസിക്. സെക്കൻഡ് ഓണർ ആണ്. 45,000 കിലോമീറ്റർ. 45,000 കിലോമീറ്റർ വണ്ടി. എങ്ങനെയാ റേറ്റ് വരുന്നത്? അത് നമുക്ക് 70,000 രൂപ. 70,000 രൂപ കിട്ടും. 50 രൂപ 20 രൂപ ഫസ്റ്റ് നമുക്ക് ഡൗൺ പേയ്മെന്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം. 20,000 രൂപ നമുക്ക് വണ്ടി ഇറക്കാം. അടുത്തത് തണ്ടർബേർഡ്. 2019 തണ്ടർബേർഡ് സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർ. കിലോമീറ്റർ 28,000 കിലോമീറ്റർ വണ്ടി. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? 1,14,000. 1,14,000. 95 രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 95,000 രൂപ ലോൺ. ഈ ആക്സസോ? ഇത് 2021 മോഡൽ ആക്സസ് അല്ലേ? BS6 32,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. എങ്ങനെയാ റേറ്റ് വരിക? ഇത് നമുക്ക് വരുന്ന പ്രൈസ് 72,000 രൂപ അല്ലേ? അപ്പൊ 72,000 രൂപ ആക്സസ്. അടുത്ത വണ്ടി ജൂപ്പിറ്റർ 2022 മോഡൽ, 6,000 കിലോമീറ്റർ. 6,000 കിലോമീറ്റർ വണ്ടി. എങ്ങനെ റേറ്റ് വരുന്നത്? 75 രൂപ. 75,000 രൂപ അല്ലേ? സിംഗിൾ ഓണർ. ആക്റ്റീവ് എങ്ങനെയാ? 2022 മോഡൽ, 2022 ആക്റ്റീവ് അല്ലേ? 16,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. 16,000 കിലോമീറ്റർ ആകുന്നില്ല. നല്ല നീറ്റ് വണ്ടി അല്ലേ? എങ്ങനെ നമുക്ക്? 74,000 രൂപ. 65,000 രൂപ ലോൺ ചെയ്ത് കൊടുക്കട്ടോ. 65,000 വരെ. 9,000 രൂപ വണ്ടി ഇറക്കാം നമുക്ക്. 9,000 രൂപ നമുക്ക് ആക്റ്റീവ് ഇറക്കാം. നല്ല നീറ്റ് വണ്ടി കേട്ടോ. ഇഞ്ചിനൊക്കെ പക്കല്ലേ? പക്ക വണ്ടി. അടുത്ത് TVS ഇത് 2021 ZX. 2021 അല്ലേ? 21 ലാസ്റ്റാ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 25,000 കിലോമീറ്റർ തൊട്ടുള്ളൂ. 25,000 കിലോമീറ്റർ അല്ലേ? എങ്ങനെയാ റേറ്റ് വരിക? അത് നമുക്ക് 69,000 രൂപ. 9,000 രൂപ വണ്ടി ഇറക്കട്ടോ. 9,000 രൂപ വണ്ടി ഇറക്കാം. നല്ല നീറ്റ് ഷോറൂം പക്ക വണ്ടി. അടുത്ത വണ്ടി ഇത് 2018 ആക്സസ്, 18 മോഡൽ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി 2018 സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? അത് 31,000 കിലോമീറ്റർ വണ്ടി. നമുക്ക് റേറ്റ് വരുന്നത്? അത് നമുക്ക് വരുന്ന പ്രൈസ് 49,000 രൂപ കേട്ടോ. ഡിയോ എങ്ങനെയാണ്? ഡിയോ 2020 മോഡൽ, 2020 ഡിയോ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി 29,000 കിലോമീറ്റർ. 29,000 കിലോമീറ്റർ വണ്ടി. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് വരുന്ന പ്രൈസ് 63,000 രൂപ അല്ലേ? 63,000 രൂപ. ഓക്കെ. അടുത്ത വണ്ടി ഇത് മാസ്ട്രോ 2013 മാസ്ട്രോ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ
കിലോമീറ്റർ അത്യാവശ്യം 13 ആണല്ലോ. എങ്ങനെ റേറ്റ് വരുന്നത്? 17 റുപ്യ. 17,000 രൂപ. 17,000 രൂപ കിട്ടും മാസ്ട്രോ. അടുത്ത ആക്സസ് എങ്ങനെയാണ്? ഇത് 2018 മോഡല് 19 ഡെലിവറിയാണ്. 18-19 നല്ല ഷോറൂം കണ്ടീഷൻ പക്ക നല്ല പെയിൻ ക്വാളിറ്റി നല്ല നീറ്റ് സിംഗിൾ ഓണർ വണ്ടി 32,000 കിലോമീറ്റർ. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 50,000 റുപ്യ നെറ്റ് കൊടുക്കാം, 47,000 റുപ്യ ഫൈനാൻസ് ചെയ്തിട്ട്. 47,000 വരെ ഫൈനാൻസ് ഇരുന്ന വണ്ടി കേട്ടോ. കറക്റ്റ് പാർട്ടിയാണ്. 40,000 വണ്ടി ഇറക്കാം. കറക്റ്റ്. അടുത്ത വണ്ടി ഇത് 2018 ആക്റ്റീവ നല്ല കളർ സെയിം വണ്ടി. എങ്ങനെയാണ്? 2018 മോഡലാണ്. കിലോമീറ്റർ ഇത് 31,000 ഓടിയിട്ടുണ്ട്. 31,000 വണ്ടി. റേറ്റ് വരുന്നത് ഇത് നമുക്ക് 49,000 രൂപക്ക് അല്ലേ. പിന്നെ പാഷൻ പ്രോ എങ്ങനെയാണ്? 2019 മോഡൽ 19 പാഷൻ പ്രോ സിംഗിൾ ഓൺ ആണോ? സിംഗിൾ ഓൺ ഉണ്ട്. കിലോമീറ്റർ 35,000. എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 45,000 രൂപക്ക് അല്ലേ. അടുത്ത മാസ്ട്രോ 2019 മാസ്ട്രോ സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ ഏകദേശം ഇത് 26 ഓടിയിട്ടുണ്ട്. 26,000 കിലോമീറ്റർ അല്ലേ. ഇതൊക്കെ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. എങ്ങനെ റേറ്റ് വരും? നമുക്ക് 40,000 രൂപ. 40,000 രൂപക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ. അടുത്ത് ആക്സസ് 2017 ആക്സസ് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 29 അങ്ങനെ തോന്നിയിട്ടുണ്ട്. 29,000 കിലോമീറ്റർ വണ്ടി. എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് വരുന്ന പ്രൈസ് 43,000 അല്ലേ. അപ്പൊ 43,000 രൂപ കിട്ടും. 38,000 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 5 റുപ്യ വണ്ടി ഇറക്കാം. 5,000 രൂപ ഇറക്കാം. ഗ്ലാമർ 2020-21 ഡെലിവറി. 20-21 ഗ്ലാമർ നല്ല വണ്ടി അല്ലേ. പക്ക സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 36,000 ഓടിയിട്ടുണ്ട്. റേറ്റ് വരുന്നത് ഇത് നമുക്ക് വരുന്ന പ്രൈസ് 52. 47,000 റുപ്യ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 47,000 വരെ ലോൺ വരുന്ന വണ്ടി അല്ലേ. അടുത്ത് ഇത് എൻഡോർക്ക് 2019-20 ഡെലിവറി. 2019-20 ഡെലിവറി സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 42,000 കിലോമീറ്റർ വണ്ടി. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 49,000 വരും. 49,000. അത് നമുക്കൊരു 47 റുപ്യ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 2,000 റുപ്യ വണ്ടി ഇറക്കി. 2,000 രൂപയ്ക്ക്. അപ്പൊ ഒരു 2,000 ഉണ്ടെങ്കിൽ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. 2,000 രൂപയ്ക്ക്. അടുത്ത് ഇത് 2020-21 ജുപ്പിറ്റർ 20-21 വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാ. പക്ക. എങ്ങനെയാണ്? ഇത് നമുക്ക് 62,000. 62,000. എത്ര കിലോമീറ്റർ? ഇത് ഓടിയത് 20,000. 20,000 കിലോമീറ്റർ ജുപ്പിറ്റർ. 45,000 വരെ ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. 45,000 വരെ ഫൈനാൻസ്. 7 റുപ്യ വണ്ടി ഇറക്കി കൊടുക്കാം. ഇത് 2015 തണ്ടർപേഡ്. 2015 തണ്ടർപേഡ് സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ അത്യാവശ്യം ഓടിയിട്ടുണ്ടാവും. കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എങ്ങനെയാ വരുന്നത്? ഇത് നമുക്ക് 70,000 രൂപ. 70,000 രൂപ അല്ലേ. അലൈവി ഒക്കെ കയറ്റിയ വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി അല്ലേ. ഇതെങ്ങനെയാണ്? ഇത് 2019 പാഷൻ പ്രോ. 2019 പാഷൻ പ്രോ. സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ ഏകദേശം 32 ആക്കാൻ തോന്നിയിട്ടുണ്ട്. 32,000 കിലോമീറ്റർ വണ്ടി. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? 45. 45,000 രൂപയ്ക്ക് പാഷൻ പ്രോ. എങ്ങനെയാണ് ലോൺ കാര്യം? ഇത് 40 രൂപ ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. 5,000 രൂപ അപ്പൊ 5,000 രൂപ നമുക്ക് പാഷൻ പ്രോ കൊടുക്കാം. അടുത്ത് ഇത് 2018 ZR യമഹ. 2018 അല്ലേ. 18 ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 38,000 കിലോമീറ്റർ. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 32,000 രൂപ ഫൈനാൻസ്. 3,000 രൂപ വണ്ടി ഇറക്കി കൊടുക്കാം. 3,000 ഇറക്കാം അല്ലേ. അപ്പൊ വെറും 3,000 രൂപ നമുക്ക് വണ്ടി ഇറക്കാം. ബാക്കി ഫൈനാൻസ് ആക്കി ചെയ്യാം. അടുത്ത വണ്ടി ഇത് പാഷൻ പ്രോ 2021 മോഡൽ. 21 മോഡൽ. പുതിയ മോഡൽ പാഷൻ പ്രോ. 22,000 കിലോമീറ്റർ. 22,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അല്ലേ. സിംഗിൾ ഓണർ വണ്ടി. കണ്ടീഷൻ കണ്ടീഷൻ വണ്ടി. എങ്ങനെ നമുക്ക് റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 57 അല്ലേ. അപ്പൊ 57,000 രൂപ കേട്ടോ. 21 മോഡലാണ് കേട്ടോ. 21 മോഡലാണ്. അടുത്ത് 2022 ഗ്ലാമർ. 2022 ഗ്ലാമർ സിംഗിൾ ഓണർ വണ്ടിയാണ്. അത് സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ ഇത് 25 അടുത്ത് ഓടിയിട്ടുണ്ട്. 25,000 കിലോമീറ്റർ ഓടിക്കുന്നില്ലേ. എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് വരുന്ന പ്രൈസ് 64,000 രൂപ അല്ലേ. 64,000 രൂപ കേട്ടോ. പുതിയ മോഡൽ വണ്ടി. ഇത് സ്പ്ലെൻഡർ 2022 ഇപ്പൊ വന്നതാണ്. പോളിഷ് അടിക്കാനൊക്കെ ഉണ്ട്. വൃത്തിയാക്കി തരാം. 2022 മോഡൽ സ്പ്ലെൻഡർ പുതിയ മോഡൽ അറിയാം. ഡിജിറ്റൽ മീറ്റർ വരുന്ന കേട്ടോ. പിന്നെ ഇത് കിലോമീറ്റർ 20,000 കിലോമീറ്റർ. 20,000 കിലോമീറ്റർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. എങ്ങനെയാണ്? 65,000 രൂപ. അപ്പൊ 65,000 രൂപക്ക് പുതിയ മോഡൽ സ്പ്ലെൻഡർ കേട്ടോ. അടുത്ത 2021 HF Deluxe. 2021 മോഡൽ അല്ലേ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ. കിലോമീറ്റർ ഇത് കിലോമീറ്റർ 29 ഓടിയിട്ടുണ്ട്. 29,000 കിലോമീറ്റർ വണ്ടി. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 52,000. 52,000 രൂപ അല്ലേ. 52,000 രൂപ കേട്ടോ. അടുത്ത വണ്ടി ഇത് സ്പ്ലെൻഡർ 2023 പുതിയ മോഡൽ അല്ലേ. പുതിയ മോഡൽ
2023 11,000 കിലോമീറ്റർ. ആകെ 14 ഓടിയുള്ളൂ. സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടി. എങ്ങനെയാ റേറ്റ് വരുന്നത്? അത് നമുക്ക് വരുന്ന പ്രൈസ് 70 റുപ്യ. 70,000 കൂടെ പുതിയ മോഡൽ സ്പ്ലെൻഡർ. ഗ്ലാമർ 2023. 2023 ഗ്ലാമർ. 23 ഗ്ലാമർ ഒക്കെ പുതിയ വണ്ടികളാണല്ലോ. പുതിയ വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ഗ്ലാമർ. കിലോമീറ്റർ എത്ര ഓടിയുന്നത്? ഇത് 24,000 ഓടിയിട്ടുണ്ട്. 24,000 കിലോമീറ്റർ. എങ്ങനെയൊക്കെ റേറ്റ്? ഇത് നമുക്ക് 72. 72 അല്ലേ? അപ്പൊ 72 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കണം. 60 റുപ്യ ലോൺ, 5 റുപ്യ വണ്ടി ഇറക്കി കൊടുക്കാം. അടുത്ത വണ്ടി ഇത് 2019 ആണ്. 18 സോറി 2018 മോഡൽ. 18 മോഡല് ജൂപ്പിറ്റർ ക്ലാസിക്. ക്ലാസിക് അല്ലേ? സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ വണ്ടി. എങ്ങനെയാ റേറ്റ് വരുന്നത്? 48,000. 48,000 കേട്ടോ. ഇത് നമുക്ക് 42-43 റുപ്യ ലോൺ ചെയ്ത് കൊടുക്കാം. ഇത് 2019 ആണ്. 2019 വണ്ടി ക്ലാസിക്. എങ്ങനെയാണ്? ഇത് നമുക്ക് 50,000 റുപ്യ. 50,000 അല്ലേ? സിംഗിൾ ഓണർ വണ്ടി അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. ഇക്ക നമ്മുടെ ലൊക്കേഷൻ ആണ് കറക്റ്റ് വരുന്നത്? ഇത് കോഴിക്കോട് നിന്ന് വരുമ്പോൾ പുഷ്പ ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത ബസ് സ്റ്റോപ്പ് വട്ടാമ്പോയിൽ എന്ന് പറയും. വട്ടാമ്പോയിൽ അല്ലേ? കല്ലായി റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന്റെ തൊട്ട് മുന്നത്തെ ബസ് സ്റ്റോപ്പ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാക്സിമം ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ഓണത്തിന് സ്പെഷ്യൽ വീഡിയോ ആയിരിക്കണം. സ്പെഷ്യൽ വീഡിയോ ഓഫർ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റേ നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത കാണാം.